എൻജോയ്ക്കും അൽത്താഫിക്കും അജിച്ചേട്ടൻ അതിനകത്ത് ഇതിലെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എല്ലാവരും ആശംസകളും. പിന്നെ നിഞ്ചമാരി കേറി പൊളിക്കും വെച്ചാൽ വേറൊന്നും പറയല്ലേ തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. നീരജ് മാധവിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ അടുത്തത്. നീരജ് മാധവ് അൽത്താഫ് രണ്ടുപേർക്കും ഒരുമിച്ച് സംസാരിക്കണം, കാരണം നിങ്ങളുടെ ഒരു കോംബോ അല്ലേ. അതായിരിക്കും നല്ലത്. രണ്ടുപേരും വരും. എല്ലാവർക്കും നമസ്കാരം. പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാനൊരു കോറേറ്ററിനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ വീട് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാൽ പുള്ളി സെല് ചെയ്തിട്ടുണ്ട് റെസ്യൂമെ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ എടുത്ത് വന്നതാണ്. ആ സിനിമ നടന്നില്ല, ഈ സിനിമ നടന്നു. പക്ഷെ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാഷ്വലി ഞാൻ ഒരു ഐഡിയ ഷെയർ ചെയ്തു. ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസമുള്ള ഒരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷെ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒരുപാട് ഇന്റഗ്രിറ്റി ഉള്ള ഒരു ടീമിന്റെ എന്താ പറയാ ഒരു വിഷനാണ് ഈ സിനിമ. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവര് മുതലാത്തിരുന്ന നമ്മുടെ അജുവേട്ടന് അടക്കം ഇതേപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയാ അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനും സമയമെടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രജിഷേട്ടനെ പോലൊരു എന്താ പറയാ എപ്പോഴും ചിരിക്കുന്ന ഇതുവരെ എല്ലാ ഓക്കെ നമുക്കുണ്ട്. അപ്പോ എന്താ പറയാ രശ്മി ചേച്ചി രജിഷേട്ടനോടെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്യാമറ ശ്രീരാജൻ ഞാൻ വായിക്കുന്നില്ല, എല്ലാവരും എല്ലാം ഉണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെന്റ് ടീസർ അതിന്റെ കാര്യം പറഞ്ഞു. അതായത് ഞങ്ങള് ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പൊ അത് ഇപ്പൊ തന്നെ അതിന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ ഒരു അനൗൺസ്മെന്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ പോയി ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ നമുക്ക് എന്താ ഒരു അനൗൺസ്മെന്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മളോടുണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരെ നിങ്ങൾ സ്റ്റേജ് കയറിയില്ലായിരുന്നു. ഇതില് അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേര് കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിന്റെ മൂവി പ്രൊമോഷൻ ഇതിലെല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ ഞാനും അതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവിലൊക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് മൈ കമ്മിറ്റ്മെന്റ് ടു ദ മൂവി. ഇതിന്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിന് മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡും അശ്വിൻ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസ് ആണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് എനിക്കറിയായിരിക്കും. പണിപാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡ്. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണ്. അപ്പൊ അങ്ങനെ
തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന് ഒക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. അത് കൂടുതൽ അല്ല അതാ കൊടുക്കും. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല വേദികളും കാണപ്പെടുന്നത്. പറഞ്ഞപ്പോ തന്നെയാണ് എന്റെ സമയം നീരജെടുത്തു. ആശ്വസിച്ചിരിക്കുകയായിരുന്നല്ലേ സമയം എടുത്തത്. എനിക്കും കൂടെ സംസാരിച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഫൈനലി വി ആർ വർക്കിംഗ് ടുഗദർ. അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ജോർജ് കോരി ഇരിപ്പുണ്ട്, പിന്നെ വേണുജി. അപ്പം എന്റെ വൈഫും എന്റെ അനിയനും ഇവിടെ ഇരിപ്പുണ്ട്, ദീപ്തി നവീനോടൊപ്പം. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഒരു ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് ഇത് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.